അഡ്വഞ്ചറൊക്കെ മാറ്റി വെച്ച് ജുറാസിക് പാർക്ക് അഡ്വഞ്ചറൊക്കെ മാറ്റി വെച്ച് ഗൈസ്. കാരണം അതൊക്കെ ഒരുപാട് നേരം എടുക്കണ ഒരു പരിപാടിയാണ്. അതായത് എനിക്കാണെങ്കിൽ നേരവും ഇല്ല. ഞാനിന്ന് നമ്മുടെ സിറ്റി മുഴുവൻ സോംബീസ് കൊണ്ട് നിറഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് അറിയാണ്ടാണ് സോംബീസിൻ്റെ പടയോട്ടാണ് അവിടെ. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കൊണ്ടോ. എൻ്റെ സിറ്റി മൊത്തം സോംബീസാണ്. ഞാനിനി വിട്ടുകൊടുക്കല്ലേ ഗൈസ്. എനിക്ക് അന്ന് പോലീസുകാരെ കൊല്ലാൻ ഉപയോഗിച്ച വിഷയം കണ്ട് ഞാൻ പുറത്തെടുത്ത് ഗൈസ്. ഇനി അവർക്കൊന്നും എന്നെ പറഞ്ഞോ കിട്ടൂല. എനിക്ക് അവർ അറിയാൻ പറ്റില്ല. ഞാൻ ചോദിക്കണം ജോലി അല്ലാതെ ഇനി എന്നോട് അങ്ങനെ മൂട്ടാൻ വന്ന അവരോട് ഞാൻ അവരുടെ അവസാനത്താക്കിയതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കണം. അവസാനത്താക്കിയത് കൂടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കണം. ഇവരെ അത്ര ജാടേനെ എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ അവിടുത്തെ എല്ലാവരെയും ഓടിപ്പിച്ച് പക്ഷെ ഇവര് വിട്ടുകൊടുക്കൂല ഗൈസ്. അത്രയും അപകടകാരി ഇവിടെ വെച്ച് തീർക്കണം. അല്ലെങ്കിൽ ഇവര് ഇവിടെ വിട്ട് വന്ന് ആക്രമിക്കുക. അത്രയും അപകടകാരി ഡേഞ്ചേഴ്സാണ് ഇവര്. ഇവിടെ ആൾക്കാരുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മള് വണ്ടിയാണ് എടുക്കാൻ പോണത്. കാരണം നമ്മളെ ഏറ്റവും വലിയ നിഞ്ചാക്കൂട്ടനെയാണ് നമ്മൾ എടുക്കാൻ പോണത്. നിഞ്ചാക്കൂട്ടനെ മാത്രം നമ്മൾ ഇനി എടുക്കുള്ളൂ എന്നാണ് ഉറപ്പിച്ച് നമ്മൾ നിഞ്ചാക്കൂട്ടനെ മാത്രം എടുക്കുള്ളൂ. കാരണം ഡൈനോസേഴ്സിനൊക്കെ തീർക്കാൻ പറ്റിയൊരു ഡൈനോസേഴ്സ് അല്ല ഗൈസ്. നമ്മൾ നിഞ്ചാക്കൂട്ടനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ചുറുചുറുക്കുള്ള ചെക്കന്മാരിറങ്ങി ഗൈസ്. ഡൈനോസേഴ്സിൻ്റെ നമ്മളെ നിഞ്ചാക്കൂട്ടനെ എന്ത് സംഭവിച്ചാൽ നമുക്ക് കുഴപ്പമില്ല ഗൈസ്. കാരണം നിഞ്ചാക്കൂട്ടനെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും മഴയത്ത് നമ്മളെ മാജിക്കൽ ഫോൺ വെച്ച്. പക്ഷേ ജീവൻ ഒരു വട്ടം പോയില്ലെങ്കിൽ പിന്നെ കിട്ടും നമുക്ക് തോന്നില്ല. അത്ര അപകടകാരികളാണ് വരുന്നത്. ഞാൻ പഴയ ഓർമ്മിപ്പിച്ചാണ്. കാരണം അവരുടെ ഒരു കടി മതി നമ്മൾ ചാടി തീരും. അവരെ തീർക്കും വരുന്നത്. അത്രയും ചാടണ്ട അവർക്ക്. നിഞ്ചാക്കൂട്ടിൻ്റെ അടുത്തോട്ട് പോലും വരില്ല. എനിക്ക് ആകെ വണ്ടിയാണ്. കാരണം എനിക്ക് വണ്ടിയുടെ അത്ര പൈസ ഇല്ല. ഫോൺ ഉപയോഗിച്ച് വെച്ചാൽ എൻ്റെ ചാർജും ഇല്ല. ഇവര് അൺലിമിറ്റഡ് വരെ തീർക്കാൻ നമുക്ക് പറ്റൂല. നിഞ്ചാക്കൂട്ടൻ്റെ അടുത്തോട്ടൊരു തുമ്പി പോലും ഇറങ്ങൂലേ. നമ്മളെ ജിഞ്ചാക്കുട്ടൻ്റെ അടുത്തോട്ട് ഒരു ഡൈനോസർ തോട്ട. അവർ പിന്നെ അവസാനമായിട്ട് തോന്നുന്നു. കാരണം എൻ്റെ ജിഞ്ച ബൈക്കിൽ അധികം ഒരു ചാടുള്ളൂ.
വറ്റാൻ പറ്റുന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലോ. അതിൻ്റെ പൈസ അത്ര ഇല്ല. നിഞ്ച കൂട്ടെന്ന് വെച്ചാൽ ഞാൻ ഈ നിഞ്ച എൻ്റെ ഫോൺ എന്നെ പേടിച്ച് ഓടിക്കുവാണെങ്കിൽ എല്ലാവരും എടുത്തോണ്ട് വരാ പോയി എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പറയാൻ. ഇനി നമുക്ക് മിലിറ്ററി സ്റ്റാൻഡിൽ പോയില്ല ആരൊക്കെ എങ്കിലും കിട്ടും. ഒരാളെങ്കിലും മിലിറ്ററി സ്റ്റാൻഡിൽ വേണം. എനിക്കോട്ട് വരൂലേ നിഞ്ചാകുട്ടിൻ്റെ അടുത്തങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിഞ്ചാരെ പേടിപ്പിച്ചിട്ടാണ്. എനിക്ക് അകളെ വണ്ടിയെ പോലും ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് സിഞ്ചാനെ കടിച്ചതാണ് ഈ ഒരു ഡൈനോസർ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവരോട് ഇത്ര പക. അന്ന് എൻ്റെ കൂട്ടർ സിഞ്ചാനെ കൊന്ന് അവരൊരൊറ്റ താല്പര്യമാണ്. സിഞ്ചാനെ കൊന്ന് അവരോട് ഇനി പക തീർക്കണം. ഞാൻ MK എടുത്ത് കമ്മുഴായി അത്ര പവറാണ് MK കേട്ടിട്ടുള്ളത്. ഞാൻ നല്ല ഒട്ടാനും ഇനി അവരെ ഹെഡിട്ട് ഞാൻ കൊടുക്കും MK വെച്ച് ഉറപ്പ്. MK ആ വോട്ട് ചെയ്തവരാണെന്ന് എനിക്കറിയില്ല. എന്നാലും അറിയില്ല എത്ര ഹെഡ് ചൂട്ടടിക്കണത് നല്ലത്. ഇപ്പൊ ഇവിടെ അധികം ഡൈനോസേഴ്സ് ഇല്ല. ഇവിടെ ഡൈനോസേഴ്സ് ഇല്ല ഉറപ്പുവരുത്തി. അവിടെ ഡൈനോസർ ഒരാളുണ്ട്. അത് നോക്കാൻ പറ്റൂല. ഷിൻജാനെന്ന് എങ്ങനെ എൻ്റെ മുത്തശ്ശി രക്ഷിച്ചെടുത്തേ. എൻ്റെ മുത്തശ്ശി അത്ര ജെൻജിസ്റ്റാന്ന് എല്ലാവർക്കും അറിയണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് നിഞ്ചാക്കുട്ടിനെ പവറുള്ളതുകൊണ്ട് രക്ഷപ്പെടും. എൻ്റെ നിഞ്ച എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും നിഞ്ചാക്കുട്ടൻ. പക്ഷെ നിഞ്ചാക്കുട്ടനെ ഞാൻ വിളിക്കാൻ കാരണം തന്നെ എനിക്ക് ഒരുപാട് യുദ്ധത്തിൽ ഇവനെ അത്ര ഉപയോഗിക്കാറില്ല. കാരണം ഫോണിൽ ഇവരെ ബാക്കിയുള്ളവരെ പോലീസിൻ്റെ നമ്പറൊക്കെ എനിക്കറിയോ. നിഞ്ചാക്കുട്ടൻ്റെ ഫേവറേറ്റാണ്. നിഞ്ചാക്കുട്ടൻ്റെ മേലവനെ കൈ വെച്ചാൽ പിന്നെ ഒരു കൈയാണൂല വയസ്സ്. വേറൊരു ഡൈനോസർ ഇവരുടെ അൺലിമിറ്റഡ് ഫേവറേറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് തോന്നണേ. അൺലിമിറ്റഡ് ആയി ഇവര്. അപ്പോഴും എനിക്ക് ചാടിറങ്ങിച്ചില്ല തീരില്ല. പിന്നെ എനിക്ക് വന്നു അങ്ങപ്പലവര് അവൻ ഒരാളല്ലേ ഉള്ളോ. പിന്നെ എനിക്ക് 10 പേര് ശക്തി തന്ന. അവൻ്റെ ഇരിക്കൊരു പേടിയില്ല. അവരിപ്പോ പേടി നിഞ്ചാക്കുട്ടനുള്ളപ്പോ എടുത്തോളം എനിക്ക് പേടിയില്ല പോലെ പോകാൻ. പേടി അഡ്വഞ്ചർ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഗായ്സ്.
വള 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 വട 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 സൂര്യൻ ഉദിക്കാത്ത ഈ ബ്രഹ്മാണ്ടത്ത് ഇനി സൂര്യൻ ഉദിക്കും. ഇത് ഇവിടെ ന്യൂസേഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടോട്ട് തന്നെ പോയിട്ട് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ടാങ്കർ ഉപയോഗിക്കും, ടാങ്കർ വാങ്ങിക്കും. കാരണം ടാങ്കർ ഇവിടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നണേ. ടാങ്കർ കിട്ടൂലെങ്കിൽ നമ്മൾ അവിടുത്തെ ടാങ്കർ തപ്പിയെടുക്കൂല. ഫോണിൽ ഇപ്പോഴും ഇത്തിരി ചാർജ് ഉണ്ട്. ആ ചാർജ് വെച്ച് നമ്മൾ അതിന് വാങ്ങും കഴിച്ചു. സ്ഥലം എനിക്കറിയില്ല. എന്നാലും അവിടെ നമുക്ക് ബൈക്കിന് പോലെ സ്ഥലമായിരിക്കാൻ പറ്റില്ല. മുക്കാന്ന് ഉപയോഗം ഷോർ അത്ര ഷോട്ടില്ലാന്ന്. എന്നാലും നമ്മളെ ബൈക്കിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ബൈക്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആകെ ഒരു ടാങ്ക് മാത്രമാണ് നമുക്ക് ആയുധങ്ങളായിട്ടുള്ളത്. നല്ല പവർഫുൾ ആയുധങ്ങളിൽ ഓടിയിട്ട് എണ്ണയുള്ളത് നമുക്കിനി. ഇത് റോഡിന്റെ ഭാഗമായിരുന്ന ഞാൻ പെട്ടില്ല. ഇവിടെ തോമ്പീസ് ഇപ്പോഴധികം കൊല്ലിയെങ്കിലും ഇവിടെ തോമ്പീസിന്റെ കൂട്ടപ്പടയുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇപ്പോഴും ഇവരിന്റെ ആക്രമിക്കാനുണ്ടാ ഈ ഭാഗത്തല്ലേ എൻ്റെ മുത്തശ്ശിയുടെ വീട്. ഈ ഭാഗത്താണ് കേസ്. മുത്തശ്ശിയൊക്കെ ഇപ്പോൾ ഉണ്ടാവും. മുത്തശ്ശിനൊക്കെ പിടിച്ചാൽ അവരൊക്കെ അത്ര ഉള്ളൂ. മുത്തശ്ശി പാവാണ്. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിപ്പോ ചന്തയം കുറിക്കും ഞാൻ. ഇറങ്ങിക്കോ. ഇനി ഒരു യുദ്ധം നടക്കാൻ പോവാണ് ഗൈസ്. യുദ്ധം അത് യുദ്ധമാണ് ഗൈസ്, വെറും യുദ്ധമല്ല. അല്ല എനിക്കൊരു ജോട അതിൻ്റെ പിന്നെ മറ്റോടത്ത് വെട്ടി വന്നിട്ടുള്ള നീ തല്ലിപ്പോട്ടായി പൊക്കോ, എനിക്ക് കുഴപ്പമില്ല. ഞാനിന് ഇവിടെ വാറ് നടക്കൂടാ. ഇനി സോംബീസ് ആൻഡ് ഫ്രാങ്ക്ലിൻ അഥവാ ഫ്രാങ്ക്ലിനും ഞാനും കൂടിയിട്ട് യുദ്ധം നടന്നിരിക്കും. ഫ്രാങ്ക്ലിൻ വിഎസ്എസ് സോംബീസ്. നോക്കാടാ, ജയിക്കും. നിങ്ങളെ തോപ്പിക്കാൻ വരായി ഫ്രാങ്ക്ലിൻ. ഞാൻ വെറും ഫ്രാങ്ക്ലിനല്ല, കോല ഫ്രാങ്ക്ലിൻ. ഓർത്തോ, നിങ്ങളുടെ കാലിനാടാ ഞാൻ. ഫ്രാങ്ക്ലിനെ തൊട്ട് കളിക്കണ്ട മക്കളെ. പഠിപ്പിക്കാവുന്നവനാണ് ഈ ഫ്രാങ്ക്ലിൻ. ഇവിടെ സോംബീസ് കുറവാണ്. ഇത് കടലിന്റെ ഭാഗം. ഇവിടെയാണ് ജുറാസിക് പാർക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാണുന്നത് ജുറാസിക് പാർക്ക് അല്ലേ? അമ്മൂമ്മയുടെ വീട് എവിടെയാണ്? കൺസ്ട്രക്ഷൻ വർക്കിന്റെ അവിടെയൊക്കെയാണ് അമ്മൂമ്മയുടെ വീട്. അവിടെ ആ ഭാഗത്താണ് അമ്മൂമ്മയുടെ വീട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം അമ്മൂമ്മ ഒരു ദിവസം മിലിറ്ററി ഇവിടെ എന്തായാലും ഒരു യുദ്ധം ഉണ്ടാവും ഗൈസ്. ഇതാണ് ഞാൻ തെരഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം. മിലിറ്ററികൾ ഇവിടെ ഒരുപാടുണ്ടാവും ഗൈസ്. ഇവരോട് നമുക്ക് കാര്യം പറയാൻ പറ്റുമെന്ന് നോക്കാം. പറ്റണില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പറ്റണില്ല ഗൈസ് കയറാന്. എനിക്ക് പറ്റണില്ല. എല്ലാവരും സംസപ്പ് ഒന്ന് ലേക്ക് അടിച്ചിട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ മേലെ കൂടെ കയറാൻ പറ്റൂല. നമുക്ക് ശ്രമിക്കും. ജയിക്കാതെ നമ്മള് പോവില്ല ഇവിടുന്ന്. നമ്മള് പോവില്ല. വേണ്ടിട്ട് കൂടി എന്തായാലും സോംബീസ് ഇവിടെ ഉണ്ടാവില്ല. കാരണം മിലിറ്ററികള് സോംബീസ് ആയിട്ട് പെട്ട് ഗൈസ്. എനിക്കറിയാം അവിടെ സോംബീസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മിലിറ്ററികൾ സോംബീസ് പക്ക സാധ്യത കുറവാണ് ഗൈസ്. കാരണം മിലിറ്ററികൾ ഭയങ്കര സോൾജേഴ്സ് ആണ്. അതുകൊണ്ട് അവരുടെ മിലിറ്ററികളാക്കാൻ മാത്രം പിടിത്തരം അവിടെ ഉണ്ടാവൂല എന്നാണ് വിചാരം. ഇപ്പൊ മിലിറ്ററികള് എന്നെ കൊല്ലുന്നാണ് വിചാരം. കാരണം അവര് പരിചയമില്ലാത്തവരൊന്നും കയറ്റാറില്ല. അതുകൊണ്ട് എന്നെ കൊല്ലുന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അവർ സ്നേഹമുള്ളവരാണ് കേട്ടോ ഗൈസ്. അല്ല അവർക്ക് വേണ്ടി മാത്രം ലഭിക്കില്ല. നമ്മളിനി കൂട്ടുന്നേ എൻ്റെ നിഞ്ച കൂട്ടനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട്
നിഞ്ച കൂടെ തെറിക്കും അത്രയും പവറിലാണ് ഞാൻ ചാടാൻ പോണി റൈഡർ അന്ന് സിഞ്ചാൻ എന്നോട് റൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ റൈഡിങ് പറക്കൽ റൈഡിങ് ആ റൈഡിങ് സിഞ്ചാനൊന്ന് മരിക്കാറായ സമയത്ത് അവനോട് എന്നോട് പറഞ്ഞ ആ വാക്ക് സിഞ്ചാൻ മരിച്ചിട്ടില്ല മരിക്കാൻ കടങ്ങുന്ന അമ്മൂമ്മനെ രക്ഷിച്ചാണ് അതാണ് പ്രശ്നം അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടില്ല ഗായ്സ് ഇത് പേടിക്കാന്നില്ല ഇത് ഇൻവെസിബിൾ ഇത് ശരിക്കും നമുക്ക് തോന്നിപ്പിക്കാനാണ് വരില്ല അത് ഇവിടെ ഒന്നില്ല ഗൈസ് ഇവിടെ ഒരാൾ ആർക്കാണെങ്കിലും വേറെ എനിക്ക് കയറി കാണിച്ചെന്നാ ഇത് ഇൻവെസിബിൾ അല്ല ഗായ്സ് ഇത് ഇൻവെസിബിൾ വെറും ഇലൂഷൻ മാത്രമാണ് ഇവിടെ ഈ സ്ഥലമില്ല ഗായ്സ് നിങ്ങൾ പേടിക്കാതെ ഇവിടെ കയറാം നോക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ മിലിറ്ററീസ് ഉണ്ടാവോ അല്ലെങ്കിൽ വെറുതെ ഇതിട്ട് എടുക്കണം നമുക്ക് അവരോട് അനുവാദം ചോദിക്കാതെ എടുക്കണം തെറ്റല്ലേ തെറ്റാണെങ്കിലും നമ്മള് സ്ഥലത്തെ രക്ഷിക്കാൻ ഈ മിലിറ്ററീസിന് മാത്രം കഴിയുള്ളൂ അവരിലാണ് കൂടുതൽ അവരിലാണ് അവിടെ ഒരുള്ള ആകെയുള്ള ഈ ലോകത്തിലെ ആകെയുള്ളൊരു മുമ്പുള്ള ഇത് നമ്മൾ ഈ കേരള തെറ്റായതുകൊണ്ട് നമ്മളത് വിടുകയാണ് കാരണം നാളെ ഇന്ത്യയിൽ ഇതൊക്കെ മോശം തെറ്റാണെന്ന് ഒരാളിനോട് പറഞ്ഞത് എൻ്റെ അമ്മൂമ്മനോട് പറഞ്ഞിട്ടുണ്ടാവും ഞാനൊരിക്കലും മോഷ്ടിക്കൂല മോഷ്ടിക്കാൻ തെറ്റാണ് ഗായ്സ് തെറ്റാണ് ആരും ഇങ്ങനെ മോഷ്ടിക്കരുത് ഞാൻ പോലും മോഷ്ടിക്കാറില്ല അന്ന് വിചാരിക്കരുത് നിങ്ങൾ ഇതുവരെയായിട്ട് മോഷ്ടിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഞാൻ മോഷ്ടിക്കാൻ പോയിന് മോഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ അത് സോംബ് പാർക്ക് അഡ്വഞ്ചറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മോഷ്ടിച്ചിട്ടുണ്ട് കാരണം അത് അത്യാവശ്യം സർക്കാർ പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത് സാർ എനിക്ക് വെടിവെക്കല് സാർ വെടിവെക്കല് സാർ വെടിവെക്കല് സാറേ അവിടെ വെടിവെക്കലേന്ന് ഇറങ്ങ ഗൈസ് നമുക്ക് ഗൈസ് ഈ പോലീസുകാര് ഇറങ്ങി ഗൈസില്ലേ ഇനി നമ്മൾ അവർക്ക് അറിയൂല നമ്മള് ഓരോന്നവർക്ക് അറിയാണ്ടാണ് ഇനി നമ്മള് പോലീസ് ആയതുകൊണ്ടും മിലിറ്ററി ആയതുകൊണ്ടും വെറുതെ ഒന്ന് ചോദിക്കുമ്പോ അവര് നോട്ട് അലൗഡ് ഇട്ടാ എന്നോടൊരു കളി മിലിറ്ററിയാണ് ഒരു ഉദ്യോഗസ്ഥനാന്ന് വിചാരിക്കുന്നു തനിക്കെന്താ ഉദ്യോഗസ്ഥൻ ഒരു ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥനല്ലേ തനിക്ക് നാണുണ്ടോ ഒരു അയാൾക്ക് കടിയേറ്റുണ്ട് കടിയേറ്റുണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇന്ത്യൻ പോലീസ് പട്ടാൾക്കാരനായിട്ട് പോലും ഞങ്ങൾക്ക് സഹായിക്കാൻ അയാൾക്ക് വയ്യ ഇന്ത്യൻ പട്ടാളക്കാരായിട്ട് പോലും അയാൾക്ക് സഹായിക്കാൻ വയ്യ എന്തേ അല്ല ഇന്ത്യൻ പട്ടാളക്കാരല്ല ഒന്നെങ്കിൽ ഒരു രാജ്യത്തെ നയിക്കേണ്ട ആളല്ലേ എന്നിട്ട് ഒരാളെ പോലും രക്ഷിക്കാൻ തയ്യാറാവട്ടെ ഒറ്റക്കാട് ഇരുന്നോളൂ ഇവരൊക്കെ ഇങ്ങനെ തന്നെ ഇവിടുത്തെ എല്ലാ പട്ടാൾക്കാരും ഇങ്ങനെ തന്നെ ഞങ്ങളുടെ രാജ്യത്തെ ഇവരൊന്ന് നന്നാക്കാന്നൊക്കെ പറ്റൂല കേരളത്തെ നന്നാക്ക നമ്മളിപ്പോ ഉള്ളത് പഞ്ചാബ് സിറ്റിയിലാണ് ഗൈസ് പഞ്ചാബിലാണ് നമ്മളിപ്പോ ഇന്ത്യയിൽ പഞ്ചാബ് സ്ഥലത്തല്ല പഞ്ചാബല്ല സ്ഥലം അറിയില്ല എന്നാലും നമ്മളിപ്പോ ഉള്ളത് ചേറ്റുവയിലാണ് ഗൈസ് ചേറ്റുവല്ല കേരളയില് നിങ്ങൾക്ക് അറിയൂല ഇത് കേരള സ്ഥലം ഇത് കേരള സ്ഥലം ഉണ്ടാ ഇതൊരു ഇൻവെസിബിൾ ഇതാണ് ഇവിടെ എല്ലാം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റൂല ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും ആ മതിലിൻ്റെ ഉള്ളിലോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റൂല സ്റ്റണ്ടിങ് അറിയാന്നാണ് എൻ്റെ സ്റ്റണ്ടിങ് നിങ്ങൾക്ക് അറിയൂല ഇതൊക്കെ എൻ്റെ വെറും അഭിനയ സ്റ്റണ്ടിങ് മാത്രം അവൻ്റെ തീരാതെ പലയും അതേ ബല ഇതിരാ
ചാടി 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 ഗൈസ് അത് പാർട്ട് 2 നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടാ. കമന്റ് ചെയ്താൽ മാത്രം ഞാൻ വീഡിയോ ഇടുള്ളൂ, അറിയാലോ. കമന്റ് പാർട്ട് 2 കമന്റ് ചെയ്താൽ മാത്രമേ വീഡിയോ ഉള്ളൂ. അതൊക്കെ ഞാൻ വെറുതെ പറയണ കേട്ടാ. നിങ്ങൾ കാര്യം എടുത്തിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതുള്ളതൊന്നും പറഞ്ഞ കമന്റ് ചെയ്തേ. ഒരു തമാശക്ക് ഞാൻ പറയണുള്ളൂ, അത് കാര്യമാക്കി എടുക്കരുത്. ഞാൻ അത്രേ പറയാനുള്ളൂ. അപ്പോൾ പാർട്ട് 2 കമന്റ് ചെയ്യണം എല്ലാവരും പ്ലീസ്. ഒരു ലൈക്കും ഒരു തംസപ്പും എനിക്ക് അത്ര മതി. ഇനി ഡൈനോസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബൈ ബൈ. ഞാൻ എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാർട്ട് 2 ഈസ് എ കമ്മിങ് ആപ്പ്. ഇന്ന് തന്നെ കമന്റ് ചെയ്യും.